ഇന്ന് രാവിലെ മോളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് വരുന്ന വഴി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. പാല്, മുട്ട, തൈര് അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു വെജിറ്റബിൾസും എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? ഞാൻ ഈ ഒരു വെജിറ്റബിൾസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. ബാംഗ്ലൂർ വന്നേ പിന്നെയാണ് ഈ ഒരു വെജിറ്റബിൾസ് ഞാൻ കാണുന്നത്. എൻ്റെ കുട്ടിക്കാലത്തോ അതോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു വെജിറ്റബിൾസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാണ്ടാണോ എന്ന് അറിയില്ല. സാധാരണ കുമ്പളങ്ങയും വെള്ളരിക്കയാണ് നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വാങ്ങിച്ച് ഒക്കെ അറിയണമല്ലോ, നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞാൻ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് വളരെ കുറവാണ്, അതിൻ്റെ വേസ്റ്റ് ഒരുപാട് പോകും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഇത് വാങ്ങാറില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കയും ഒക്കെ എല്ലാ ഷോപ്പിലും കിട്ടില്ല കേട്ടോ. അത് മലയാളി കടയിൽ പോകണം, പിന്നെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകണം. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും കുമ്പളങ്ങയും വെള്ളരിക്കയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയ്ക്ക് മീതിയായിട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് തൈരും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു മോരുകറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കേട് ഒരു പാക്കറ്റ് വാങ്ങിച്ചിരുന്നു, ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കേടെടുത്തിട്ട് ബാക്കി നമുക്ക് ഗ്ലാസ് ജാറിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതേ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലോട്ട് ഞാൻ ഇടുവാണ്. അപ്പോൾ കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചുരക്ക ഇട്ടു, 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഉപ്പ് ഇട്ടിട്ട് 2-3 വിസിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ സ്വാദ്. അപ്പോൾ നാളികേരം എടുത്തിട്ടുണ്ട്, നാളികേരം, ജീരകം, അതുപോലെ ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളക്. സാധാരണ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ചേർക്കില്ല കേട്ടോ. ഞാനൊക്കെ ആദ്യം നാളികേരവും ജീരകവും മാത്രമാണ് ചേർത്തിരുന്നത്. എൻ്റെ അമ്മയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് ഓരോരോ ടേസ്റ്റൊക്കെ മനസ്സിലായി. ഓരോ എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇത്രയധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ വന്നത് കേട്ടോ. അതിൽ വെളുത്തുള്ളി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ചിലർക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇനി മൺചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് വേവിച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഉപ്പൊന്നൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ തൈര് ഇപ്പോൾ ആഡ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഹോം മെയ്ഡ് തൈരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന തൈര് ഡയറക്റ്റായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പിരിയാനായിട്ട് നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഒരുപാട് തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് തൈര് ഒഴിക്കുമ്പോൾ അത് പിരിയും എന്തായാലും. അപ്പം ഞാനിത് ഫ്ലെയിമിൽ നിന്ന് ഇറക്കിയിട്ട് ഒന്ന് തിളയൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷമാണ് ഞാൻ ആ തൈര് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ, 1 കപ്പ് തൈര്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈനായിട്ടൊരു തിക്ക് പേസ്റ്റ് പോലെ ഇരിക്കും കേട്ടോ ആ കേടെന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതേ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് താളിച്ചിടാം. കടുക് പൊട്ടിച്ചു, പിന്നെ ഉലുവ ഇട്ടു, കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, പിന്നെ ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് താളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മോരുകറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് മോരുകറിയാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. മോരുകറിയിൽ ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്ന വെച്ചാൽ ഇന്ന് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഞാൻ ഓരോ പ്രാവശ്യവും അതിന് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊടുക്കും ഓരോ പ്രാവശ്യം കേട്ടോ. ആദ്യമൊക്കെ ജീരകം മാത്രമാണ് ചേർത്തിരുന്നത്, പിന്നെ ചെറിയുള്ളി ചേർക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതേ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ടേസ്റ്റ് അറിയാനാണ്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ.